ഹലോ, ഇന്നൊരു സ്പെഷ്യൽ ചിക്കൻ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. ക്രീമി ചിക്കൻ ഫ്രൈസാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോണത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ചിക്കനൊക്കെ വാങ്ങിക്കുമ്പോൾ ഇടയ്ക്ക് ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 600 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ ഒരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസ്, പിന്നെ അത്യാവശ്യം കുറച്ച് വേണ്ട ഉപ്പും ചേർത്തിട്ട് നമുക്ക് നല്ലോണം മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഞാനിത് നല്ലോണം മാരിനേറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. ഇനി ഇതിലേക്ക് മയോണൈസ് റെഡിയാക്കണം. മുൻപൊരു മയോണൈസിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് 5 വെളുത്തുള്ളി ചതച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി 2 മുട്ടയുടെ വെള്ള ഒരു മിക്സിയുടെ ജാറിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും ചേർത്ത് ഒന്ന് അടിച്ചെടുക്കാം. ഇതാപ്പോൾ ഇതുപോലെ ഒന്ന് കലങ്ങി വൈറ്റ് കളറായിട്ട് ഇത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒലിവ് ഓയിൽ ചേർക്കാം. ഇപ്പോൾ ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ആയാലും ചേർക്കാം. അപ്പോൾ ഒലിവ് ഓയിൽ ചേർത്തു ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ 3 തവണ അതങ്ങനെ. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം അടിക്കും തോറും തിക്ക് കൂടി വരും. 3 തവണ അടിച്ചു. 3ാമത്തെ തവണ ആയപ്പോഴും ഒരുവിധം നല്ല തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു തിക്ക് മയോണൈസാണ് ഇവിടെ കിട്ടിയത്. അപ്പോൾ നമ്മുടെ മയോണൈസ് ഇവിടെ റെഡിയായി. ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ചിക്കൻ ബട്ടറിൽ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ബട്ടറില്ലെങ്കിൽ സൺഫ്ലവർ ഓയിലും ചെയ്തെടുക്കാം. സൺഫ്ലവർ ഓയിലും ബട്ടറും മിക്സ് ആക്കിയിട്ടും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിങ്ങനെ ഓരോ പീസ് ചിക്കനും മറിച്ചും തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതേ ഹാർഡാവാണ്ട് പെട്ടെന്ന് തന്നെ എല്ലാ ചിക്കനും ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ 1/2 കപ്പ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഈ വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത് ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഓയിൽ ചിക്കൻ്റെ തരികളുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അരിച്ചെടുത്തിട്ടാണ് ഈ വെളുത്തുള്ളി ചേർത്തത്. ഈ വെളുത്തുള്ളി അധികം ഫ്രൈ ആവണ്ട. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ തന്നെ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കാം. ഇത് നല്ലോണം മിക്സാക്കി ഇതിലേക്ക് ഇനി 1/2 കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ഞാനിതിൽ ചേർത്തുണ്ട്. ഇനി ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു പാക്കറ്റ് ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇത് ഫ്രൈ ചെയ്ത് എടുക്കാം. പൊട്ടാറ്റോ ലാസ്റ്റാണ്. ഇതുപോലെ ലാസ്റ്റ് ടൈമിൽ തന്നെയാണ് നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്ത് വെക്കേണ്ടത്. കാരണം ഇതിൻ്റെ ആ ഒരു ക്രിസ്പി പോകാണ്ടിരിക്കാനാണ് ഈ ലാസ്റ്റ് ടൈമിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ചിക്കനും എല്ലാം ഫ്രൈ ചെയ്തും എല്ലാത്തിൻ്റെയും കുക്കിംഗ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പൊട്ടാറ്റോ ഫ്രൈ ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇനി ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ ഒരു ക്രീം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഗാർലിക്കും പിന്നെ പാലും കോൺഫ്ലവറൊക്കെ ചേർത്തിട്ട് ക്രീം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ക്രീം ഈ സമയത്ത് പൊട്ടാറ്റോ ഫ്രൈ ചെയ്ത് വന്നപ്പോഴേക്കും അത് ചൂടാറിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ക്രീം ഒന്നുകൂടി ചൂടാക്കിയെടുക്കുക. തിളപ്പിച്ച് ഒന്നുകൂടി വന്ന ശേഷം അത് ഓഫാക്കിയിട്ട് ഇതിലേക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ ഷുഗർ കൂടി ചേർക്കണം. ഞാൻ ഷുഗർ 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ടായിരുന്നു. അത് ആ സമയത്ത് വീഡിയോയിൽ പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ മറക്കാണ്ട് 2 ടീസ്പൂൺ ഷുഗർ ഇതിൽ ചേർക്കണം. അതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും ചേർത്ത് മിക്സാക്കാം. ഇനി നമ്മൾ ഏത് ബൗളിലേക്കാണോ ഇത് ചേർത്ത് കൊടുക്കേണ്ടത് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത നമ്മുടെ പൊട്ടാറ്റോ ഫ്രൈ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഈ ചിക്കൻ വിത്ത് ക്രീമും ചേർക്കാം.
ഇനി ഇതിലേക്ക് ഒറിഗാനോ, പിന്നെ കുറച്ച് ഒറിഗാനോവും പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കാം. നമുക്കിത് ഇഷ്ടമുള്ള പോലെ വേണമെങ്കിൽ ടൊമാറ്റോ സോസോ, ഞാനിവിടെ ബാർബിക്യൂ സോസ് വെച്ചിട്ടാണ് ഗാർണിഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബാർബിക്യൂ സോസ് ഇല്ലെങ്കിൽ ടൊമാറ്റോ സോസ് വെച്ചിട്ടും ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളി ചിക്കൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ഈവനിങ് സ്നാക്സൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡിഷാണിത്. പിന്നെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് വരത്തക്ക രീതിയിലൊക്കെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയത്. ആ ഒരു ടേസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഭംഗിയുടെ കാര്യത്തിൽ എനിക്ക് ലാസ്റ്റ് വന്നപ്പോൾ ആ ഒരു ഭംഗി എനിക്ക് ഇതിൽ കൊണ്ടുവരാൻ പറ്റിയില്ല. കാരണം ഞാൻ സോസ് ഇട്ടപ്പോൾ അത് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിപ്പോയി. അപ്പോൾ ഞാനിപ്പോൾ കൊടുക്കുന്ന ഈ ഫോട്ടോ ഞാൻ ലാസ്റ്റ് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ച ക്രീമി ചിക്കൻ്റെ ഫോട്ടോ ആണത്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കണം. ടേസ്റ്റിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, സൂപ്പറാണ്. അതുപോലെ രണ്ടും ഒരേപോലെ ഏകദേശം വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.